എന്തു പറ്റി? നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇത്രയ്ക്ക് മോശമായ? അച്ഛൻ ഒരു സൂചന പോലും തന്നില്ലായിരുന്നു. എന്താ അച്ഛൻ സംഭവിക്കുന്നേ? എല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ലല്ലോ മോനെ. എത്ര വലിയ ദുരന്തങ്ങൾ വന്നാലും അതിനെ തൻ്റെ ഇടത്തോടെ നേരിടണ്ടേ? എന്നാലും ഇതിപ്പോ വേണ്ടടാ. സങ്കടപ്പെടാൻ പാകത്തിന് ചന്ദ്രോത്തൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട. നീ ചെല്ല്. ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് കൂട്ടിയാ മതി. അവസാനം ഈ കാഴ്ചയും കാണേണ്ടി വന്നല്ലോ സിദ്ധു. ബലരാമൻ ഈ വീട് കുളം തോണ്ടുമെന്ന് പറഞ്ഞു. അതയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ആയില്ല പ്രഭ. ബലരാമന്റെ മനസ്സിലെ പകയ്ക്ക് പരിഹാരമാവാൻ ഇതൊന്നും ചെയ്താൽ പോരാ. സ്വന്തം മകളെ കൊന്നവരുടെ വീടല്ലേ ഇത്. ഈ കുടുംബം നശിച്ച് നരയിക്കുന്നത് കാണാൻ അയാൾ എന്തും ചെയ്യും. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഒക്കെ ഞാൻ നോക്കിക്കോളാം. കൈവിട്ടു പോകണമെന്ന് തോന്നുന്നു. അച്ഛൻ നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗിരീഷേട്ടന്റെ ആശയങ്ങളൊക്കെ നല്ലതാ. പക്ഷേ ചില കാര്യങ്ങളിൽ ചിന്തിക്കണം. ഒന്നുമല്ല, സിദ്ധാർത്ഥൻ സാറിന്റെ കുടുംബമായിട്ടൊരു ബന്ധം വേണമെന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. കാരണം അല്ല, അവിടുത്തെ അവസ്ഥ അറിയാലോ. സമൂഹത്തിൽ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുക അവരിപ്പോ. മീരയുടെ കൊലപാതകി ആ വീട്ടിൽ തന്നെയാണെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് മീരയുടെ കൊലപാതകി ചന്ദ്രോത്തുണ്ടെന്ന് നാട്ടുകാർ കരുതുന്നു. അല്ല, തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ, പണ്ട് ഭൂമി പരന്നാണ് ഇരിക്കുന്നതെന്ന് ഇതേ നാട്ടുകാർ വിശ്വസിച്ചിരുന്നില്ലേ? സൂര്യൻ ഭൂമിയെ ചുറ്റാണെന്ന് വിശ്വസിച്ചിരുന്നു. സത്യം പിന്നെ മനസ്സിലായില്ലേ? ഗിരീഷേട്ടാ, നാട്ടുകാർ അകലം പാലിച്ച വീടല്ലേ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.